ഹലോ. ഹലോ. മുബാറക്കാണ്. മനസ്സിലായി. നീ ആർക്കെങ്കിലും നമ്പർ കൊടുത്തിണ്ടാ? ഞാന് പിന്നെ അതെന്നോട് പറയാൻ മറന്നതാണ്. കൊടുത്തിട്ടുണ്ട്. അത് ഓൻ എന്നോട് പറഞ്ഞ് നിഷാദ് കല്ലിങ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട് നമ്മളെ. ഞാൻ ഓന് ഒരു ചാരിറ്റി പരിപാടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞവന്. ഓന് മറ്റേ നമ്മളെ മാമന്റെ വീഡിയോ ഒക്കെ ചെയ്ത ഒരു ആക്ടറാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, പിന്നെ ചാരിറ്റി തുടങ്ങാൻ ഞങ്ങളും ചാരിറ്റി പരിപാടിയൊക്കെ ഉണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് നമ്മളും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നീ ചാരിറ്റി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്ത് എങ്ങനെ പറഞ്ഞിട്ട് അവനെങ്ങനെ പറഞ്ഞിട്ട് ഓന് ചാരിറ്റി എന്നോട് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ വേറെ സംഭവം ഉണ്ട്, വേറെ വിഷയം എന്റെ അടുത്തുണ്ട്. ഞാനത് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ഒരു മിനിറ്റ്. നീ എന്നോട് ഇൻഫോം ചെയ്യാതെ നീ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തത് നീ പറയണം. പക്ഷെ നീ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് രാജേഷ് എന്ന് പറയുന്ന ആളുടെ നമ്പറാണിത്, നിനക്ക് എന്താ പറയാ ഫിലിമിന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നീ കൊടുത്തിട്ടുള്ളത്. നീ അങ്ങനല്ലേ കൊടുത്തത്? നീ അങ്ങനല്ലേ കൊടുത്തത്? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവനത് കള്ളം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ട് മുബാറക്കെ, നീ നിന്റെ വീട്ടുകാർ സ്വസ്ഥമായിട്ട് ഉറങ്ങൂല. സോഷ്യൽ മീഡിയയിൽ വലിച്ചു വാരി ഞാൻ നോക്കും. ഇങ്ങോട്ട് നോക്ക്, എന്റെ അടുത്ത് ഊക്കുന്നുള്ള കാര്യം നോക്കും. നിന്റെ വൈഫിന്റെ ഫോട്ടോ നീ അയക്കാൻ ഇവിടെ ഇരിക്കുന്നത്. നീ എന്നോട് നീ നിന്റെ വൈഫിനെ സെക്ഷൽ ഫീൽഡിൽ ഇറക്കാൻ വേണ്ടി എനിക്കൊന്നും നീ കേൾക്കണ്ട. നീ നിന്റെ വൈഫിനെ സെക്ഷൽ ഫീൽഡിൽ നീ എന്തിനാണ് എന്റെ നമ്പർ നാട്ടിൽ കൊടുക്കണേ? എനിക്ക് നമ്പർ കിട്ടിയപ്പോ മുതൽ എനിക്ക് മനസ്സിലായതാ. എനിക്ക് അപ്പം മുതൽ മനസ്സിലായതാ. പറഞ്ഞു കേക്ക്, എന്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോ എന്റെ കൈ അറിയാൻ എനിക്കറിയാലോ താനൂരിന്റെ എനിക്കറിയാലോ ലൈഫ് നീ എന്റെ പറഞ്ഞത് കേട്ടാള അട്ടിപ്പേര് എടുക്കാനുള്ള ആളല്ലടാ ഞാൻ. നീ എന്നോട് നിന്റെ വൈഫിനെ നീ പിന്നെ ഇങ്ങനത്തെ ഫീൽഡിൽ ഇറക്കണം, നിന്റെ വൈഫിനെ മറ്റേ ഫീൽഡിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇല്ലേ, എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ അത് എടുത്തിട്ട് നിന്റെ പെണ്ണിന്റെ അടുത്ത് നിനക്ക് ഏതെങ്കിലും ഭാഗത്ത് കൊലക്കുന്നുണ്ടെങ്കിൽ അത് വേറെ വല്ല പെണ്ണുങ്ങളോട് തീർത്തോളാം. ഞാൻ നിന്റെ ചാരിറ്റി നിന്റെ നല്ല പ്രവർത്തനം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് നമ്പർ തന്നത്. പക്ഷെ നീ ഇത്ര ചെക്കനാന്ന് എനിക്ക് അറിയില്ല. നീ തെറ്റുപറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കയ്യിൽ നിന്ന് പോയി. എന്റെ ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്നത്, എന്റെ ഭർത്താവ് നീ തെറ്റുപറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താ വിചാരിച്ചത്? നിന്റെ ക്ലിപ്പാണ് കയറും. വെയിറ്റ് ആൻഡ് സീ. സോഷ്യൽ മീഡിയയിൽ നിന്നെ ഊക്കണത് നീ കണ്ടോ? മൊത്തം നിന്റെ ഫ്രണ്ട്സ് ഞാൻ നിന്റെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും. പക്ഷേ നാട് മൊത്തം അറിയും. നിന്റെ ഗ്രൂപ്പില്ലേ, വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ്, അത് ഞാൻ കാണിച്ചു തരാം എന്താണ്. നീ നോണ പറഞ്ഞതാണ്. നീ നോണ പറഞ്ഞതാണ്. അവനോട് നീ എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ചാരിറ്റിക്കല്ല. നീ പറഞ്ഞത് എന്താണ്? നീ എന്താണ് പറഞ്ഞിട്ട് കൊടുത്തത്? സത്യസത്യമായി സത്യസന്ധമായിട്ടല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞത് നീ ഒരു രാജേഷിന്റെ നമ്പറാണ്, കോ പ്രൊഡ്യൂസറുടെ നമ്പറാണിത് എന്ന് പറഞ്ഞ് നീ കൊടുത്ത നീ പല വർക്കുകളും അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. നീ പല വർക്കുകളും കൊടുത്തിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തത് ഞാനൊരു പെണ്ണല്ലേ, നിന്റെ ഭാര്യയുടെ നമ്പർ നീ കൊടുക്കൂടാ? നീ കൊടുക്കുവോന്ന്? അതിനുള്ള പണി ഞാൻ നിനക്ക് തരാം. അതിനുള്ള പണി ഞാൻ നിനക്ക് തരാം. നീ കണ്ടോടാ, നീ കണ്ടോ? ഇനി നീ റാഷിദോനെ നീ കാണാൻ പോണേ ഉള്ളൂ. ഞാൻ എന്തിനാണെന്നറിയോ, നേരത്തെ ഞാൻ നിന്നോട് വന്നിട്ട് ഈ പിന്നെ ചാരിറ്റിയുടെ ചാറ്റൊക്കെ ചോദിച്ചത് കാരണം എന്താണെന്നറിയോ? എനിക്കൊരു ഫാമിലിക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരമായി, കുറെ 3 ദിവസമായി ഞാൻ നിന്നെ മണപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു വിഷയത്തിൽ. ഞാൻ അതിന് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ട് വന്നതാ. ഞാൻ നിന്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് വന്നതാ വിവരം കിട്ടാൻ വേണ്ടി. ഇപ്പൊ കുറെ നേരമായിട്ട് ഞാൻ അവനെ വെറുപ്പിക്കുന്നുണ്ട്, നിന്റെ അടുത്തും ഞാൻ വരുന്നുണ്ട്. എനിക്ക് എന്റെ ഹസ്ബൻഡ് കുറെ നേരമായിട്ട് പറയേണ്ടത് നീയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് സംശയത്തിന്റെ പുറത്താണ് ഞാനിത് തുടങ്ങി വെച്ചത്. ഞാൻ കുറെ നേരമായിട്ട് നിന്റെ അടുത്ത് അന്നേരം വന്ന് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് വന്നത് ഓർമ്മയുണ്ട് നിനക്ക്? ഇത് കുറെ നേരമായിട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ്, ഇവിടെ കിട്ടിയതുകൊണ്ടാ. നീ എന്റെ ഫേസ്ബുക്കിൽ നീ കണ്ടോന്ന് എനിക്കറിയില്ല. കൊല്ലത്തുള്ള ആളെ എറണാകുളത്ത് ഇരുന്നിട്ട് ഞാൻ പൊക്കി മാപ്പ് പറയിപ്പിച്ച് ഫേസ്ബുക്കിൽ വരുത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട്. റാഷിദ ജനിച്ച് വളർന്ന് 24 വയസ്സ് വരെ റാഷിദ ജീവിച്ച നാടാ താനൂര്.
താനൂരിന്റെ മുക്കും മൂലയും റാഷിദ് എന്ന പെണ്ണിനെ അറിയാത്ത നാട്ടുകാരില്ല. റാഷിദ് എന്ന പെണ്ണെന്താ സ്വഭാവം എന്താണെന്ന് അറിയാത്ത നാട്ടുകാരില്ല. എന്റെ സ്വഭാവത്തിൽ ഇന്ന് വരെ എന്നോട് ഒരാളും മോശമായിട്ട് പെരുമാറില്ല. പറഞ്ഞാല് ചെരുപ്പോണ്ട് മോന്റെ കടി കിട്ടിയ ചരിത്രമുള്ള എന്റെ നാട്ടില്. ആ എന്നോട് നീ പറഞ്ഞതിന് ഇപ്പൊ എന്റെ ചെക്കന്മാര് നിന്റെ വീട്ടിൽ കയറും. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പെണ്ണല്ലാന്ന് വിചാരിച്ചു. നീ എന്താ നീ വിളിക്കണ്ട. നീ ഇതിനനുസരിച്ച് ഇപ്പൊ പണി കിട്ടും. നീ നോക്കിക്കോ. വെയിറ്ററാ കണ്ടോടാ.